ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഫ്യൂച്ചറിൽ വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിങ്ങുമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വൺ ഡേ ഒരു വർക്ക്ഷോപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നർ വൂൺസ് ഹീലിങ്ങും അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസുമാണ് അതിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോട് ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി എനിക്ക് ഈ ഒരു നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഓൺ ഓഫ് എനർജിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും, അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ പാഷൻ, അതല്ലെങ്കിൽ വളരെ എക്സൈറ്റഡ്, അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ, അതൊന്നും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണ് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിലൊന്നും തോന്നിയിട്ടില്ല. മനസ്സിലായോ? പക്ഷേ ഇതെന്തോ ഒരു ഫാസ്റ്റായിട്ട് വന്നൊരു റിലേഷൻഷിപ്പാണ്. ജസ്റ്റ് കണ്ടു, അല്ലെങ്കിൽ നമ്മൾ പറയും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പോയതും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ആ ഒരു എനർജിയിൽ നിന്നും അങ്ങനെ തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ മെന്റലി ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരണം, അല്ലെങ്കിൽ മൈൻഡോട് ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് അയാൾക്ക് വേണം. ആ ഒരു എനർജി അയാളിലോട്ട് ശരിക്കും ചെല്ലുന്നുണ്ട്. പക്ഷേ മെന്റലി അവർക്ക് ഡിസ്റ്റൻസ് വേണം. അതായത് ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോണം എന്ന് അവർക്കുള്ളിൽ തോന്നുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണിത്. പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഒരു സ്നേഹവും കാര്യങ്ങളും. പെട്ടെന്നൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നതും പെട്ടെന്ന് തന്നെയാണ് ഡിസ്റ്റൻസ് ആയി പോവുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവുമെങ്കിലും തന്നെയും ഈ ഒരു പേഴ്സൺ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങളോട് ഒരു ആൻസർ പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസും അതിൻ്റെ ഒരു പെയിനും ഒക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്. ഈ ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിന്ന് കളിക്കുന്നതെന്ന് നിങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് ആ ഒരു കാര്യം ഓർത്തിട്ട്. ഒരു ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാനുള്ള ശരിക്കും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അവർ ഒരു ഡിസിഷനും എടുത്തിട്ടില്ല. അത് അവർക്ക് അവരോട് തന്നെ അവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഫീലിങ്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫീലിങ്സ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, അവർ തന്നെ ഓർക്കും നിങ്ങളോട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൈലന്റ് ആയിട്ട് തുടരാം, സത്യമൊന്നും പറയേണ്ട എന്ന തരത്തിലുള്ളൊരു ഒരു മൈൻഡിലോട്ടാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി ശരിക്കും പറഞ്ഞാൽ അതാണ്. പക്ഷെ മെന്റലി ആണ് അയാൾ ഒരുപാട് ഡിസ്റ്റൻസ്. ഇമോഷണലി ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളിലോട്ട് വരണമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഫീലിങ്സ് നല്ലപോലെ ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇമോഷണലി, അതായത് സോൾ ലെവലിൽ നല്ല രീതിയിലൊരു പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് ചെയ്താലും ആ ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീറ്റ് ഒരു പൂർണ്ണത കിട്ടുന്നില്ല. മനസ്സിലായി? പുള്ളി എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് മെൻ്റൽ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറണമെന്ന് തോന്നാനും ഒക്കെ ഒരുപാട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രീഡം, ഒരുപാട് ട്രാവൽ ചെയ്യാനും, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഇപ്പം മാരേജിലോട്ട് പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരുവൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കൺട്രോളിങ് എനർജി ആയിരിക്കാം ചിലപ്പോൾ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ട്രോമ വൈസ്, ചിലപ്പോൾ പാരൻസിൻ്റെയൊക്കെ ഒരു വൂണ്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രീഡം ആകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീഡം പോവും, അങ്ങനെയൊക്കെ ഒരു വിചാരമുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു.
അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എന്താ പറയുക, മൈൻഡ് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളോട് കണക്റ്റഡ് ആയതുകൊണ്ട് അയാൾ പോലും അറിയുന്നില്ല ഇത്രത്തോളം കണക്റ്റഡ് ആണെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും കിടന്ന് അയാൾ വല്ലാതെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ശരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്ന് പോയപ്പോഴും നിങ്ങളായിട്ടൊരു ഡിസ്റ്റൻസ് വന്ന ഒരു സമയം മുതൽ ഇയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട്, ഇപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്സ് വെച്ചിട്ട് തന്നെ അയാളുടെ ആ ഒരു പഴയ വേർഷൻ അത് കംപ്ലീറ്റ്ലി ഇപ്പോൾ പോകുകയാണ്. അതല്ലെങ്കിൽ അയാളുടെ ആ ഒരു പഴയ ഹാബിറ്റ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു സ്വഭാവം അതെല്ലാം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ മൈൻഡ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്താണ് അയാളുടെ ലൈഫിൽ വരുന്നത് അതിനെ അയാൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അയാൾ എങ്ങനെയായിരുന്നു നിങ്ങളോട് ബിഹേവ് ചെയ്തത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു, നിങ്ങളെപ്പറ്റി മനസ്സിലാക്കിയും നിങ്ങളുടെ ഇമോഷൻസിനൊന്നും ഒരു വാല്യൂം കൊടുക്കാതെയും പ്രോപ്പറായിട്ട് ഒന്നും പറയാതെ പെട്ടെന്ന് കുറേ നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത തരത്തിൽ പോവുക, അങ്ങനത്തെ ആ ഒരു ഓൾഡ് പാറ്റേൺ ഉണ്ടല്ലോ അതെല്ലാം കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും വേറൊരു പേഴ്സൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അതുപോലെ വരുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അയാൾ എന്തായിരുന്നു ഇത് മുന്നേ ഉണ്ടായിരുന്നത് അത് കംപ്ലീറ്റ്ലി ചേഞ്ചായി എന്നാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അവരുടെ ലൈഫിൽ അവൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ്, മനസ്സിലായോ? ഒരുപാട് എന്താ പറയുക, നേരത്തെ ഒന്നും അവർക്കൊരു പ്രോപ്പറായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയില്ല. അവരുടെ എനർജി ആണെങ്കിൽ ഭയങ്കര ലോ ആണ്, എല്ലാം നെഗറ്റീവ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ദിവസത്തേക്ക് അതല്ലെങ്കിൽ പിന്നെ ആവാം, അങ്ങനത്തേക്ക് ഒരു ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു എന്താ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡുള്ള ഒരു പേഴ്സൺ അല്ല, കംപ്ലീറ്റ്ലി നെഗറ്റീവ്. നെഗറ്റീവ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന അങ്ങനെയല്ല പറയുന്നത്. എന്തൊക്കെയോ ഒരുപാട് സങ്കടങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നമുക്ക് അയാളെ നിങ്ങളെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വെളിയിലുള്ള ഒരാൾ നോക്കുകയാണെങ്കിലും മനസ്സിലാന്ന് വെച്ചാൽ വളരെ കാമോ അതുപോലെ വളരെ കൺട്രോൾഡ് ഇമോഷണലി ഭയങ്കര മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഉള്ളിൽ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള ഡീപ്പ് ഫീലിങ്സ് ഉണ്ട് അയാൾക്ക്. ഒരുപാട് വിഷമങ്ങളുണ്ട്, ഇമോഷണലി ഒരുപാട് കാര്യങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ആരോടും പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല അയാളുടെ ഫീലിങ്സ്. ഇപ്പം ഇവൻ നിങ്ങളോട് പോലും അയാൾ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓരോ കാര്യങ്ങളും ആ ഒരു വ്യക്തിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ലൈഫിൽ നടക്കുന്നത്, എന്താണ് ഇങ്ങനെ ചേഞ്ച് വരുന്നത്, എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്നാണ് ആ ഒരു പേഴ്സൺ പറയുന്നത്. പക്ഷെ ആ ഒരു പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 ഇയേഴ്സ് ആവാം, 5 ഇയേഴ്സ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ അയാൾ വീണ്ടും റീകണക്ട് ചെയ്തതിന് വരുന്നതിന് റീസൺ അത് തന്നെയാണ്. അയാളുടെ ലൈഫിൽ നിങ്ങളെപ്പോലെ ഇത്രയും ജെന്യൂനായിട്ടും അതേപോലെ നിങ്ങൾ അയാൾക്ക് കൊടുത്ത മെൻ്റലിയും എല്ലാ തരത്തിലുള്ള ഒരു സപ്പോർട്ട് അയാളുടെ ലൈഫിൽ വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ നിങ്ങളോട് അതുകൊണ്ട് തന്നെയാണ് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് പെട്ടെന്ന് സഡൻ ആയിട്ട് വന്നിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അയാളും അല്ലെങ്കിൽ നിങ്ങളും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ തമ്മിൽ റിലേഷൻ ആവുമെന്ന്. പക്ഷേ എന്തോ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷേ അയാൾ ഇടയ്ക്ക് ഡിസ്റ്റൻസ്, ചിലപ്പോൾ അയാളുടെ ഫാമിലി ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വേറെ പാർട്ട്ണറിൻ്റെ അടുത്ത് പോയതായിരിക്കാം, എന്തുവാ. പക്ഷേ എവിടെ ചെന്നാലും നിങ്ങൾ കൊടുത്ത ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജി അയാൾക്ക് വേറെ എവിടെ നിന്നും അയാളുടെ ലൈഫിൽ കിട്ടിയിട്ടില്ല. അത് അയാൾക്ക് നല്ലതുപോലെ അറിയാം. എവിടെ ആയാലും, വേറെ പാർട്ട്ണറിൻ്റെ അടുത്തായാലും അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും അയാൾക്ക് ആ ഒരു അതുകൊണ്ടാണ് അയാൾ ഇത്രയും ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആയിരിക്കുന്നത്. മൈൻഡ് കൊണ്ട് ചിലപ്പോൾ ഫാമിലി ഉള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ പാരൻസിൻ്റെ കാര്യം കൊണ്ട് ഡിസ്റ്റൻസിൽ പോയത് എന്തോ ആവാം. അപ്പം ആ ഒരു പേഴ്സൺ മൈൻഡ് കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറണം എന്നൊക്കെ ഉണ്ട്. ഇയാൾക്ക് ഒരുപാട് ഫീലിങ്സും ഒരുപാട് കാര്യങ്ങളും ഒക്കെ അയാളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങളായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എന്ത് പ്രോബ്ലം വന്നാലും അയാൾക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളിൽ നിന്നൊരു ഗൈഡൻസ് ആണ്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൗണ്ട് എങ്കിലും കേൾക്കണം. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട്, എത്രയൊക്കെ പോയാലും എത്രയൊക്കെ നാൾ കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ചിലപ്പോൾ നോർമൽ ആസ് യൂഷ്വൽ വിളിക്കുന്നത് പോലെ വളരെ കാമായിട്ട് വിളിക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു പേഴ്സൺ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങൾക്ക് അയാളുടെ എന്താ പറയുക, അയാളുടെ ആ ഒരു
സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി. അപ്പൊ നിങ്ങൾ വളരെ എമ്പത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ വളരെ ദേഷ്യപ്പെട്ടൊന്നും പ്രതികരിക്കാൻ പോകുന്നുണ്ടാവില്ല. അയാളുടെ സിറ്റുവേഷൻസും ഒക്കെ നിങ്ങൾ മനസ്സിലായി തന്നെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമായിരിക്കാം. മനസ്സിലായി. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുമെങ്കിലും നിങ്ങൾക്കറിയാം ആ ഒരു പേഴ്സണ് നിങ്ങളില്ലാതെ, അത് ഇമോഷണലി നിങ്ങളില്ലാതെ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ എത്രയൊക്കെ വഴക്കിട്ടാലും എത്രയൊക്കെ അടിയുണ്ടാക്കിയാലും ആ ഒരു പേഴ്സണ് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പറഞ്ഞാൽ പോലും പറയില്ല. പക്ഷെ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മതിയായിരിക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളോട് സംസാരിച്ച് ഒന്ന് കാമാവുക. അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ കുറച്ച് സമയമൊക്കെ അടിയിടിയൊക്കെ ഉണ്ടാവുമെങ്കിലും പിന്നെ നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങനത്തെ ഒരു എനർജി, അതായത് നിങ്ങൾ വളരെ എംപത്തായിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ എല്ലാ ചേഞ്ചസും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പോൾ ഫാമിലി പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസ് ആണ് എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അറിയാം. അല്ലെങ്കിൽ എന്താ പറയുക, നോർമൽ ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ്, അതായത് പാരൻസ് വഴി മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്കൊരു ആൻസർ ഉണ്ട് ഈ ഒരു വ്യക്തി എന്തിനാണ് വന്നതെന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഡിസ്റ്റൻസിൽ പോയാലും അയാളുടെ ഉള്ളിൽ മനസ്സിലായി, അയാളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അയാൾ മാറുന്നത്. മൈൻഡ് കൊണ്ട് ഇനി വേണ്ട, ചെയ്യേണ്ട എന്നൊക്കെ ഓർത്തില്ല. പക്ഷെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം രണ്ടുപേർക്കും. പക്ഷെ ഇത് ഒരു പാസ്റ്റ് കണക്ഷൻ പോലെ നമുക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സോൾസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അറിയുന്നത് പോലെയൊക്കെ പിന്നെ നിങ്ങൾ തമ്മിൽ, അതാണ് ഇമോഷണലി കണക്റ്റഡ് ആവുന്നതിന് റീസൺ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ട് തന്നെ. ഇപ്പം നിങ്ങൾ എത്രയൊക്കെ അയാളെ വഴക്കുവാനുള്ള എത്രയൊക്കെ ദൂരെ പോലെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും വളരെ കംഫർട്ട് ഫീൽ ചെയ്യും, അയാൾക്കും വളരെ കംഫർട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്. അതിൻ്റെ നല്ലൊരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പാസ്റ്റിൽ സ്റ്റക്കായി കിടക്കുകയാണ് ആ ഒരു മെമ്മറീസിലും കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ആ ഒരു സോള് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. റിലേഷൻഷിപ്പിന്റെ ആ ഒരു സമയത്ത് തന്നെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കാം അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് വർക്ക് സ്പേസിൽ നിന്നൊക്കെ വരുന്ന പ്രഷർ. അപ്പൊ അങ്ങനത്തെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചറിനെ നോക്കി അല്ലെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇത് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ടൈം പീരീഡ് കൊണ്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ ഒരു പേഴ്സൺ മാറിയത്. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എന്താ പറയാ, അതിൻ്റെയൊക്കെ ഒരു എനർജി ഒരു പേഴ്സണിൽ നല്ലതുപോലെ കാണും. പക്ഷെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് എത്രയൊക്കെ നിങ്ങളിൽ നിന്ന് പോയാലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജി വേണം. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയ്ക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എവിടെയൊക്കെ പോയാലും ആ ഒരു പേഴ്സൺ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ചില സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ വളരെ കാഷ്വൽ ആയിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങളോട് സംസാരിക്കും. പക്ഷെ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് തകർന്നിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചോദിച്ചാൽ പോലും പ്രോപ്പറായിട്ട് ഒരു ആൻസർ പറയുകയോ എടുക്കുകയും ചെയ്യില്ല. പക്ഷെ നിങ്ങളെ അവർക്ക് വേണം. അത് നിങ്ങൾക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ക്ലാരിറ്റി, അതെന്താ സോൾ ലെവൽ കണക്ഷൻ കൂടെ ആയതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി വേണം എല്ലാത്തിനും. അവർക്ക് അതിന്റെ ട്രൂത്ത് അവരുടെ സോളിന് അറിയണം. മനസ്സിലായോ? അപ്പോൾ ഓരോ സിഗ്നൽസും അതേപോലെ ഓരോ യൂണിവേഴ്സൽ മെസ്സേജസും ഒക്കെ നിങ്ങളെപ്പോലെ തന്നെ അവർ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്നോ എന്നെയാണെന്നോ ഇത് എന്ത് ടൈപ്പിലുള്ള എനർജി ആണെന്നൊന്നും അവർക്ക് അറിയില്ല. മനസ്സിലായോ? പക്ഷെ എങ്ങനെയൊക്കെയോ എവിടെയൊക്കെ പോയാൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് വരുന്നതിന് റീസൺ അത് തന്നെയാണ്. അവർ നിങ്ങളും തമ്മിൽ ഹൈ ലെവൽ ഓഫ് സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു എനർജി ആ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ശരിക്കും ഒരു കൺഫ്യൂഷൻ എനർജിയാണ്, അതല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. മനസ്സിലായോ? ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ട്, നിങ്ങൾക്കുള്ളത് പോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഉള്ളിൽ ഇഷ്ടമുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങളും എന്താ പറയുക, അതൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സണിൻ്റെത്.
ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാല് നിങ്ങള് തമ്മിലുള്ള ഒരു ക്ലിയർ ആയിട്ടൊരു കോൺവെർസേഷൻ അത് നടക്കണം. മനസ്സിലായോ? അപ്പോ ശരിക്കും പറഞ്ഞാ ഇനി നിങ്ങളെ ആ ഒരു പേഴ്സൺ നിങ്ങളെവിടെ പോയാലും, നിങ്ങളെന്ത് ചെയ്താലും നിങ്ങള് നിങ്ങടെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വാച്ച് ചെയ്യും, നിങ്ങള് ഫീൽ ചെയ്യും, നിങ്ങളെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യൊക്കെ ചെയ്യും ഈ ഒരു പേഴ്സൺ. പക്ഷെ ആ ഒരു പേഴ്സൺ മെന്റലി അയാൾ ഒട്ടും റെഡിയല്ല നിങ്ങളോട് അയാളുടെ ഉള്ളിലുള്ള എല്ലാ ഫീലിങ്സും കറക്റ്റ് ചെയ്ത് പറയാം. അതായത് ഫിയർ ആണ് അവരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ റിജക്റ്റ് ചെയ്യുക, അല്ല നിങ്ങളിപ്പോൾ വേണ്ട, വിളിക്കേണ്ട, സംസാരിക്കേണ്ട, നിങ്ങൾ റിജക്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതിനെ അവർ പേടിക്കുന്നുണ്ട്. മനസ്സിലായി? അവർക്ക് എന്താ വേണമെങ്കിലും കാണിച്ചു പോകാം, പക്ഷെ തിരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യുമോ എന്ന് അതിനെയൊക്കെ പറ്റി ഓർത്തിട്ടുള്ളൊരു പേടിയുണ്ട് ആ ഒരു വ്യക്തിയുടെ ഉള്ളില്. അപ്പോ അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രോമയുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഈ ഒരു വ്യക്തി. തോന്നാറുണ്ട് ശരിക്കും പറഞ്ഞ ഈ ഒരു പേഴ്സൺ നിങ്ങളെ റീകണക്ട് ചെയ്യുന്ന സമയത്തൊന്നും ഒരു സീരിയസ് ആയിട്ടൊരു സംസാരമൊന്നും കാണത്തില്ല. പക്ഷെ ഇമോഷണലി അയാൾക്ക് കാമാവുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ഒരു സിമ്പിൾ മെസ്സേജസ്, അല്ലെങ്കിൽ അതേപോലെ ഒരു കോൺവെർസേഷനും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. നിങ്ങൾ പോകുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മെന്റലി ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ സോൾ ലെവലിൽ കണക്ഷൻ ഉള്ളത് തന്നെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി ഭയങ്കര രീതിയിൽ കണക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഒരു പാസ്റ്റ് കണക്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി സ്ട്രോങ് ആക്കുക. അതുപോലെ തന്നെ ക്ലാരിറ്റി, നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക, എടുക്കുക. അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്രയൊക്കെ മാറിപ്പോയാലും ഈ ഒരു പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിങ്ങൾക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്. വേറെ ഓരോ വരവിലും നിങ്ങൾക്കറിയാം ഇമോഷണലി നിങ്ങളിൽ നിന്നൊരു കാംനെസ് കിട്ടാനാണ് വരുന്നെങ്കിലും ഈ ഒരു വ്യക്തി തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടാണ് പോകുന്നതെന്നറിയാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗം ഹീൽ ചെയ്യാതെയും എടുക്കാതെയും ഈ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയാ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾ ഇതിനെ കോട്ട് കട്ട് ചെയ്ത് റിലീസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിലാക്കേണ്ടത് ആ ഒരു തരത്തിൽ തന്നെ നിങ്ങൾ നല്ലതുപോലെ പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുക. ഹീൽ ചെയ്തിട്ട് പ്രോപ്പറായിട്ടൊരു ഇപ്പോൾ അയാളെ നിങ്ങൾക്ക് ഇമോഷണലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്തോ, പക്ഷെ പ്രോപ്പറായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണോട് സംസാരിക്കുക. ഒരു അറ്റാച്ച്മെന്റും ഒരു കണക്ഷനും ഒരു അട്രാക്ഷനും ഒന്നും തോന്നാതെ നിങ്ങൾ ജസ്റ്റ് ആസ് എ ഹീലറിനെ പോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിക്കുക. അപ്പോൾ എന്താ പറയുക, ഇവര് കംപ്ലീറ്റ്ലി നിങ്ങളിലോട്ട് വരും, അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു പേഴ്സൺ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അയാൾ ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു പേഴ്സൺ ആയിട്ടൊക്കെ വരും. ഒരുപാട് ട്രോമാസ് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഉണ്ടായതിനൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ വരുന്നുണ്ട്. പക്ഷെ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണം. ആ ഹീലിംഗ് പ്രോസസ്സ് നല്ലതുപോലെ നിങ്ങളുടെ രണ്ടുപേരും, അതായത് പാസ്റ്റ് കണക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ കർമാസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഇതിനെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ റീഡിങ്ങിന്റെ ഇതിപ്പോൾ നമ്മൾ നോർമൽ റീഡിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആ ഒരു വ്യക്തിയായിട്ട് ഇനി ഈ ഒരു ലൈഫിൽ എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് അറിയണമെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ പാസ്റ്റ് ലൈഫ് റീഡിങ്ങിനെ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ വ്യക്തി ഇനിയും വരുമെന്ന് വെച്ചാൽ വരും. കാര്യം വെച്ചാൽ ഹീലല്ലാത്ത വേർഷൻ ആയതുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.